ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? മുൻപൊക്കെ നമ്മൾ വരുന്ന സ്റ്റോക്കുകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യക്കാർ അതിൽ നിന്നും പൂക്കളെല്ലാം സെലക്ട് ചെയ്ത് എനിക്ക് ഇടുകയും നമ്മളത് സെയിലാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് കാറ്റലോഗ് ആയതിനു ശേഷം കാറ്റലോഗിലാണ് ആദ്യം എല്ലാം ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ എൻ്റെ സ്റ്റോക്ക് പൊസിഷനെല്ലാം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് ഇട്ടിരിക്കും. അപ്പോൾ വേണ്ടവർ വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ട് അത് ആഡ് ചെയ്ത് ഓരോരോ പ്ലാന്റ്സും പർച്ചേസ് ചെയ്യലാണ് ഇപ്പോഴത്തെ രീതി. എന്നാലും ഇനിയും ബാക്കിയുള്ള കുറച്ച് ചെടികളെല്ലാം കൂടി ചേർത്ത് റോസ് പ്ലാന്റ്സ് എല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ഇടണം എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ നിന്നാണ് ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പൂക്കൾ ഓരോന്നും നമുക്ക് സെയിലിനായിട്ട് ഉള്ളതാണ്. ആദ്യം നമ്മൾ കണ്ടത് പീസ് ആൻഡ് ലവ് റോസാണ്. മഞ്ഞയും ഓറഞ്ചും മിക്സ് വരുന്ന പീസ് ആൻഡ് ലവ് റോസ്. പിന്നെ നമ്മൾ കണ്ടത് ഒരു പർപ്പിൾ ഇലയോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് ബട്ടർഫ്ലൈ റോസാണ്. നല്ല സൂപ്പർ കളറും നമ്മുടെ റെഡ് പിനാക്കിയോയുടെ കളറാണ്. പക്ഷേ അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സൊക്കെ വ്യത്യാസമാണ്. നല്ല ഭംഗിയുള്ള റോസാണ്. ഇത് ഫ്രാഗ്രൻസിൻ്റെ രാജ്ഞിയായിട്ടുള്ള ഡാർക്ക് പനിനീരാണ്. ഇത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളെല്ലാ ഓഫറിലും ഇടാറുണ്ട്. ഇതിൻ്റെ നല്ല വലിയ പ്ലാന്റ്സാണ് നമുക്ക് എല്ലാ തവണയും വരാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ഈ ഒരു വൈറ്റ് ടൈഗർ എന്നറിയപ്പെടുന്ന ഒരു റോസ് നമുക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇന്ന് സ്റ്റോക്ക് ഔട്ടായി. വീഡിയോ ഞാൻ അതിന് മുന്നേ ഇട്ടതാണ്. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എല്ലാവരും അതൊന്ന് പൊരുത്തപ്പെടുക. പിന്നെ ഈ ഒരു റെഡ് വെൽവെറ്റ് റോസ്, സാധാരണ റെഡ് കളറല്ല, ഇതൊരു വെൽവെറ്റ് ഷെയ്ഡാണ്. വെൽവെറ്റ് സ്ട്രക്ചറാണ് ഈ ഒരു റോസിൻ്റേത്. പിന്നെയുള്ളത് ഇത് ഓറഞ്ച് ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെല്ലർ തന്നിട്ടുള്ള ഒരു റോസാണ്. പക്ഷേ എനിക്കതിൻ്റെ ശരിക്കുള്ള ഐഡിയ ഇതാണെന്നൊന്നും ഉറപ്പില്ല. അവർ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നീടുള്ളത് കുറച്ച് ഡച്ച് വെറൈറ്റീസ് നമുക്കുണ്ട്. അതായത് പിങ്ക്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, യെല്ലോ, ബിഗ് വൈറ്റ്, അതുപോലെ ബിഗ് യെല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞ യെല്ലോ റോസിൽ പറഞ്ഞ ബിഗ് യെല്ലോ, അതേപോലെ തന്നെ ചന്ദന റോസൊക്കെ ഈ കൂട്ടത്തിൽ വരാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അധികമൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇത് ബേബി പിങ്ക് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വെറൈറ്റി, ഒരു പേര് വിളിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. സെൻറ്റിമെൻ്റൽ റോസ് എല്ലാ തവണയും ആദ്യം തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു റോസാണ്. എത്ര നാൾ കഴിഞ്ഞാലും ഈ സ്ട്രൈപ്സ് റോസ് അല്ലെങ്കിൽ ഈ ഡബിൾ ഷെയ്ഡ്സ് വരുന്ന റോസിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല. കാരണം അതിനിങ്ങനെ ആവശ്യക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇത് ബിഗ് വൈറ്റാണ്. ഇതിപ്പോൾ ഓൾറെഡി ഇത് സോൾഡ് ഔട്ടാണ്. ഈ ഒരു പ്ലാന്റ് മാംഗോ യെല്ലോയും സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ നേരത്തെ ഇട്ട് വെച്ചതുകൊണ്ട് മാത്രം ഇട്ടതാണ്. ഇതൊക്കെ ഇനി അടുത്ത പർച്ചേസിൽ എന്തായിരുന്നാലും വരും. ഇത് ബട്ടൺ യെല്ലോ ആണ്, അതല്ലെങ്കിൽ കൊത്തി യെല്ലോ എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ്. അപ്പോൾ ഇതെല്ലാം ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. അതുപോലെ സൊളയർ റോസും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സൊളയർ റോസ് ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു വന്നത്. വിരലിലുണ്ടാവുന്നത് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നേരത്തെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഹണി ഡിജ് എന്ന് പറയുന്ന നമ്മുടെ ഗോൾഡൻ റോസ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അതും സോൾഡ് ഔട്ടാണ്. ഇത് വീണ്ടും റെഡ് ബട്ടർഫ്ലൈ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് ഒരു കുലയായിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് നമ്മുടെ ബഞ്ചായിട്ട് പൂക്കുന്ന ഫ്ലോറിബണ്ട ഓറഞ്ചാണത്. അതേപോലെ 6 ഇഞ്ച് പോട്ട് സൈസിൽ നമുക്ക് സെൻറ്റിമെൻ്റൽ റോസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു കപ്പ് ഷേപ്പിലുള്ള ബുള്ളറ്റ് റോസ്. ബുള്ളറ്റ് റോസ് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലർക്കും ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത് വിരിഞ്ഞ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നല്ല പൊക്കത്തിൽ പോകുന്ന ഒരു, അധികം പൊക്കത്തിലല്ല എന്നാലും സാധാരണ മറ്റ് ഷ്രബ് ടൈപ്പിനെ അപേക്ഷിച്ച് നന്നായിട്ട് കുറച്ച് പൊക്കം വയ്ക്കും. ആ പൊക്കത്തിൽ പോയിട്ടാണ് കുലയായിട്ട് പൂക്കളുണ്ടാകുന്നത്. ബെഞ്ചായിട്ട് ഫ്ലവർ ചെയ്യും. ഇത് ഏത് റോസാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതിന് അസാധ്യ ഫ്രാഗ്രൻസ്. നമ്മൾ ഈ ചില റോസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാകത്തില്ല ഇത് ഏത് വെറൈറ്റി ആണെന്ന്. ഓരോ ദിവസവും വരുമ്പോൾ, ഓരോ തവണയും വരുമ്പോഴും ഓരോരോ പുതിയത് ഇങ്ങനെ കാണും. ഒന്നൊന്നും അല്ല, അതിലേറെ കാണാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ റോസും നമുക്ക് സോൾഡ് ഔട്ടാണ്. ഈ ബ്ലാക്ക് റോസ് സോൾഡ് ഔട്ട് അല്ല, ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ആ ഇടയ്ക്ക് കാണിച്ച ലാവൻഡർ റോസ് നമുക്ക് സോൾഡ് ഔട്ടാണ്.
മാംഗോ യെല്ലോ വീണ്ടും വന്നിട്ടുണ്ട്. ഈ മാംഗോ യെല്ലോ മാത്രമാണ് ശരിക്കും ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം പലരും പറഞ്ഞു മാംഗോ യെല്ലോ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം കുറച്ചും കൂടി റോസിനെ കുറിച്ചൊരു ബോധം കിട്ടി എന്ന് പറഞ്ഞു. മഞ്ഞ റോസിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ ഇതിന് മുന്നേ, അതായത് ഒരു 1.5 വർഷം മുന്നേ നമ്മൾ ഓറഞ്ച് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ടുള്ള ഒരു റോസ് പ്ലാന്റാണിത്. പക്ഷേ അന്നൊന്നും ഇത്ര അധികം ആർക്കും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല ഞാനിത് വീഡിയോയിലിടുമ്പോൾ. ചിലപ്പോൾ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇപ്പോഴാണ് ഇതിൻ്റെ കളറ് ശരിക്കും എനിക്ക് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത്. അത്ര നല്ല രസമുള്ളൊരു കളറാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് സോൾഡ് ഔട്ടാണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും ചോദിച്ചു വന്നു. വീഡിയോയ്ക്ക് ശേഷം സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേർ ചോദിച്ചു വന്നു. ഇത് നമുക്ക് ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. ഇനിയും ഞാൻ നേരിട്ട് പോകുന്ന സമയങ്ങളിൽ ഇതെല്ലാം കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പരിമിതികളിൽ നിന്ന് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് 1 2 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ റോസിൻ്റെ ഭംഗി കാണിച്ചിട്ടും മതിയാവുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടും മതിയാവുന്നുണ്ടാവില്ല. പീസ ലവിൻ്റെ 80 രൂപ ടൈപ്പ് ചെടികളും 120യുടെ ചെടികളും ഉണ്ട് നമുക്ക്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് എല്ലാം. നമുക്ക് വന്നിട്ടുള്ള ക്ലൈമ്പിംഗ് ടൈപ്പ് എല്ലാം തന്നെ വലിയ പ്ലാന്റ്സാണ് വരാറുള്ളത്. നമുക്ക് നമ്മുടെ ബോക്സിൽ കൊള്ളാത്തത് 2 ബോക്സൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒടിയാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വിടാറുള്ളത്. മഴയുടെ ഒരു ഇരമ്പൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് വോയിസ് കൊടുത്തേ മതിയാകും എന്നുള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് സെൻറ്റഡ് റോസാണ്. സെൻറ്റഡ് റോസും അതുപോലെ റെഡ് പിനാക്കിയോയും ഒക്കെ നമുക്ക് 50 രൂപയ്ക്ക് അവൈലബിൾ ആണ്. റെഡ് പിനാക്കിയോ നമുക്ക് വലിയ പോട്ടിൽ അവൈലബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ അത് സോൾഡ് ഔട്ട് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. നാളെ അറിയാൻ പറ്റും. പിന്നെ സെൻറ്റഡ് റോസിൻ്റെ റെഫറൻസ് വീഡിയോ ആണിത്. ശരിക്കുള്ള വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ റോസും വലിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ തവണയും വരാറുള്ളതാണ് ഇതെല്ലാം. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഉള്ളതാണ് ഈ ബട്ടർഫ്ലൈയും ഡാർക്ക് പനിനീർ റോസും. പിന്നെ അതേപോലെ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരിടത്തു നിന്ന് തന്നെ എടുക്കുന്നതാണ്. അതേപോലെ ബിഗ് വൈറ്റും നമുക്ക് 50 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുപോലെ 85 രൂപയ്ക്ക് 85 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഓറഞ്ച് ബട്ടൺ റോസ് കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. എടുത്തു വെച്ച് വരുമ്പോഴറിയാം മാർക്കൊക്കെ എനിക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇല്ലാത്ത പ്ലാൻസ് ഞാൻ അവരെ അപ്പം തന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. അറിയിച്ചിട്ട് അവർക്ക് ഓക്കെ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലാൻസ് വെച്ചിട്ട് മാത്രമേ നമ്മൾ വിടാറുള്ളൂ. അതല്ലാതെ അവരെ അറിയിക്കാതെ വേറെ ഏതെങ്കിലും വെച്ച് അങ്ങനെ വിടുന്ന ഒരു രീതി നമുക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ കണ്ട് കഴിഞ്ഞ റോസ് സെറാഫിൽ റോസാണ്. നമുക്ക് പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതും ഏതോ 1 2 ഒക്കെ ഇനി ബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വള്ളി റോസുകൾ ആദ്യം കണ്ടത് ഡബിൾ ഷെയ്ഡ് ക്ലൈംബറാണോ നമുക്കറിയാം. അതേപോലെ വൈറ്റ് ക്ലൈംബർ സ്വാഭാവികമായിട്ടും നമുക്കത് ഉണ്ടാവും. പിന്നെയുള്ളത് പിങ്ക് ക്ലൈമ്പിംഗ് റോസാണ്. പിങ്ക് ക്ലൈമ്പിംഗ് റോസിൻ്റെ സൈസാണ് ഇപ്പോൾ കാണുന്നത്. അത് നല്ല വലിയ പ്ലാന്റ്സാണ്. പിങ്ക് കളറിൽ വലിയ പൂക്കളോടുകൂടി ബെഞ്ചായിട്ടും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ക്ലൈമ്പിംഗ് റോസ്. നല്ല ഭംഗിയാണ് കാണാൻ. പിങ്ക് കളറിൽ ഒരു ക്ലൈമ്പിംഗ് റോസ്. അതുപോലെ ലൈറ്റ് പിങ്ക് കളറിലുള്ളൊരു ക്ലൈമ്പിംഗ് റോസാണിത്. ഇതും നമുക്ക് സ്റ്റോക്ക് പൊസിഷൻ കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ആവശ്യക്കാരോട് ചോദിക്കുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഞാൻ നാളെ എല്ലാവർക്കും അയക്കാനുള്ളത് സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ കുറച്ച് തിരക്കിലാണ്. എന്നിരുന്നാലും വീഡിയോ ഇടണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം പ്ലാന്റ്സ് എല്ലാം റീപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. എല്ലാം വലിയ പ്ലാന്റ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതും ഒരു ക്ലൈംബറാണ്, ഓറഞ്ച് ക്ലൈംബർ. നല്ല വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ക്ലൈംബറാണ്. അതുപോലെ എല്ലാ തവണത്തെയും പോലെ നമുക്ക് യെല്ലോ ക്ലൈംബർ ഇത്തവണയും വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 80 രൂപയിൽ ചിലർക്ക് കൊടുക്കാനുള്ളത് നമ്മളിപ്പോൾ ഈ ഫ്രഷിൽ നിന്നാണ് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് യെല്ലോ ക്ലൈംബർ. ലേഡി ഹില്ലിംഗ്ടൺ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നന്നായി വിരിയുന്നുണ്ട്. 2-3 കളർ ഷെയ്ഡുകളിലൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ ക്ലൈംബർ. നമുക്ക് മറ്റൊരു യെല്ലോ ക്ലൈംബർ കൂടിയുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ക്ലൈംബറാണ്. ഇതെല്ലാം നമ്മൾ ഒരിടത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ തവണയും ഇത് വരുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര തവണ വന്നാലും അങ്ങനെ തന്നെ ഒരുപാട് ആവശ്യമുള്ള ആ ഒരു ടൈഗർ ക്ലൈംബർ, അത് കണ്ടല്ലോ, ആ ഒരു സ്ട്രൈപ്സ് ക്ലൈംബർ, അത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതൊരു പുതിയ ക്ലൈംബറാണിത്. ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടും നല്ല
ഹെൽത്തി ആയിട്ടും അത് ഹെൽത്തി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും നന്നായിട്ട് പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലൈംബർ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതേപോലെ നല്ല പൂക്കളോട് കൂടി ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ ഒരു ക്ലൈംബറിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് കുറേ നേരം അതിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടേ നിന്നു. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഒരു വൈറ്റും അല്ല, പിങ്കും അല്ല, ഒരു സാൻഡൽ കളറും അല്ലാത്ത ഒരു എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു കളറ്. എന്തോ ഒരു ഭംഗി. അതെന്താ ക്ലൈംബർ എന്ന് വെച്ചിട്ട് അതങ്ങ് മേലോട്ട് കയറിപ്പോകുന്ന ഒരു ടൈപ്പ് ക്ലൈംബർ അല്ല. നമ്മുടെ ക്ലൈംബർ അല്ല, ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് മേലെ അറ്റത്ത് പൂക്കളുണ്ടാകുന്ന ടൈപ്പാണ്. ഇത് വേറൊരു ക്ലൈംബറാണ് ഇപ്രാവശ്യം വന്നതിൽ. ഒരു പുതിയ ക്ലൈംബർ എന്ന് തോന്നുന്നു ഇതാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു കളറിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നോക്ക്, എന്തൊരു ഭംഗിയാണത് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ക്ലൈംബർ ഉണ്ടെന്ന് പറഞ്ഞുതരും. യെല്ലോ ആയിട്ട് വിരിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പഞ്ഞിക്കെട്ട് പോലെ ആയിട്ട് കൊഴിയുന്ന ഒരു റോസാണിത്. ഇങ്ങനെയാണിത് കൊഴിയാറുള്ളത്. ലാസ്റ്റ് വരുമ്പോൾ ഇത് പ്യുവർ വൈറ്റ് ആവും. പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. നമ്മുടെ നാടൻ യെല്ലോ പോലെയൊക്കെയുള്ള ഒരു അതേപോലെയൊക്കെ ചെറിയൊരു സാമ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള ചെടികളുടെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ അതുപോലെ നാളെ നമുക്ക് ഈ കാർട്ടെല്ലാം കുറച്ച് അഴിച്ചുപണികൾ ആവശ്യമാണ്. കാരണം നാളെ നമ്മൾ ഈ പ്ലാന്റ്സ് ഓർഡർ ആയതെല്ലാം എടുത്തു വയ്ക്കുന്ന ദിവസമാണ്. അതുപോലെ അയക്കാനും ഉണ്ട്. ഔട്ട്സൈഡ് കേരള എല്ലാം നാളെ അയക്കാനുണ്ട്. അതേപോലെ കഴിഞ്ഞ ആഴ്ച അയക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് എല്ലാം എടുത്ത് വെക്കുന്നത് വരെ ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് പൊസിഷൻ കറക്റ്റായിട്ട് അതുണ്ടോ എന്ന് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങളത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 50 രൂപയുടെയൊക്കെ പ്ലാൻസ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാർട്ട് നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ഹാദിയ.